ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ലാസ്റ്റ് വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും അതിൻ്റെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കാണുക. രാവിലത്തെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഹംദനെ സ്കൂളിൽ അയക്കലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഫുഡെല്ലാം കഴിച്ച് നാസ്തയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ന് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടില്ല, ഒരു പ്ലാനിങ് ഒന്നും ഇല്ലേനു കേട്ടോ. പിന്നെ ഏതായാലും ഇന്ന് തന്നെ ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് തുടങ്ങിയതാണ്. പിന്നെ ഈ കാണുന്ന പോലെ അല്ലാണ്ട് ഇനിയും ഇഷ്ടംപോലെ പണിയെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ ഒന്നും ഞാനിനി വീഡിയോ ഇടുന്നില്ല. ഇത് ലാസ്റ്റ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ്. ഒരുപാട് ഇട്ടിട്ട് ഞാൻ വെറുപ്പിക്കുന്നില്ല. പിന്നെ എന്താണെന്ന് അറിയില്ല, മുകളിലേനേക്കാളും കുറച്ചും കൂടി എനിക്ക് ക്ലീൻ ആക്കാൻ താഴെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ താഴെ എല്ലാ ദിവസവും ഇങ്ങനെ അടിച്ചു വാരി തുടക്കുകയെല്ലാം ചെയ്യുമ്പോൾ പൊടിയൊക്കെ മുട്ടി അങ്ങനെയെല്ലാം ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള പൊടിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ റൂം പിന്നെ എപ്പം ഫ്രീ ആയിട്ട് ഉണ്ടാകുക ബ്രദറിൻ്റെ റൂമാണ്. അപ്പം വേറെ ആരും കിടക്കയില്ല. അവരാരെങ്കിലും വന്നാൽ യൂസ് ചെയ്യുന്നല്ലാണ്ട് അതങ്ങനെ ഉണ്ടാവും കേട്ടോ ആ റൂം എപ്പോഴും. പിന്നെ എനിക്ക് ഈ കട്ടിലും അലമാരയെല്ലാം മാറ്റിയിടണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതിന് നിന്നിട്ടില്ല. വെറുതെ ഒരു പണിയായിട്ട് വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഒരാളും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു തിരിച്ച് മറിച്ചിടാനെല്ലാം. അതിന് ഞാൻ നിന്നിട്ടില്ല കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റും സോഫൻ്റെ കവറും എല്ലാം കൂടിയിട്ട് ഞാൻ മിഷീനിലിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഹോളിലെ ജനലൊന്ന് തുറക്കാനില്ലേ, ചെറുതായിട്ട് പാടുപെടണം കേട്ടോ. ആദ്യം അവിടുന്ന് സോഫ മാറ്റണം. പിന്നെ അതിൻ്റെ ജനൽ തുറക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെയർ വെച്ചിട്ടുണ്ട്, അതും ഒന്ന് മാറ്റി കൊടുത്താലേ നമുക്കിത് ഓപ്പണായി കിട്ടൂ. പിന്നെ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടില്ലേ, ഈ ജനലെല്ലാം ഇങ്ങനെ തുറന്നിട്ടിട്ട് നല്ല വെളിച്ചം ഉണ്ട് കേട്ടോ. എന്താ പറയുക, ലൈറ്റ് ഇട്ട പോലെ അന്നൊരു വേറെ തന്നെ ഒരു രസമായിരുന്നു. വെളിച്ചെല്ലാം അകത്ത് വന്നിട്ട് എന്താണെന്ന് അറിയില്ല, അതിന് മാത്രം ഒന്നുമില്ല, പൊടി തട്ടിയെടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ അന്ന് നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തിനെങ്കിലും ഒന്നിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കഴിയുന്നവരെ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാൻ ആദ്യമല്ലോ രാവിലത്തെ നാസ്ത കഴിക്കാൻ തന്നെ 12 മണിയാവും. അതുവരെ ഇങ്ങനെ എന്തെങ്കിലും ക്ലീനിങ്ങെല്ലാം ഉണ്ടാവുമെങ്കിൽ എൻ്റെ പണി ഉണ്ടാവില്ലേ, അത് കഴിഞ്ഞിട്ടേ ഞാൻ രാവിലത്തെ നാസ്ത കഴിക്കൂ. പിന്നെ എന്നോട് എല്ലാവരും പറഞ്ഞിട്ട് രാവിലെ തന്നെ ഫുഡ് കഴിക്കണം, ലേറ്റ് ആക്കുന്നത് മോശമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ പണി ഞാൻ തുടങ്ങലുള്ളൂ. അങ്ങനെ ഓരോന്ന് ചെയ്ത് അവസാനം ഈ ഒരു റൂമിൽ കുറച്ച് തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു. അത് ചെയ്യലാണ് കേട്ടോ. ഞാൻ ഒരു പണിയെടുക്കുമ്പോൾ ഫസ്റ്റ് എൻ്റെ സ്റ്റാർട്ടിങ് തുണിയെല്ലാം ഒന്ന് മടക്കി വെക്കലാണ്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യൽ. പക്ഷേ ഇന്ന് നേരെ തീർന്നിട്ടുണ്ട്, ഒരു റൂമായിട്ട് അങ്ങനെ വന്നുകൊണ്ട് ഈ പണി ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീനാക്കി വരുമ്പോഴാണ് ഇങ്ങനെ 2 ഡോള് കണ്ടത്. ഇത് ഹംദൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഇത് മുകളിലേനും ഉള്ളത്, ഓളിപ്പോൾ അതെല്ലാം കൂടി താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാനിത് കളയാനോ കത്തിക്കാനോ വിചാരിച്ചിട്ട് എടുത്തിട്ട് പോയതാണ്. പിന്നെ വിചാരിച്ച് സ്കൂൾ വിട്ട് വന്നിട്ട് ഇതിനെ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അതിനൊരു കുഴപ്പം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ താഴെ ഇറക്കാറേ ഇല്ല. മുകളിൽ നിന്ന് എന്താന്ന് വെച്ചാൽ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച് വെച്ചതാണ്. ഇപ്പം എല്ലാം കൂടി താഴേലേക്ക് വന്നിട്ടുണ്ട്. ഫുള്ള് പോയി കേട്ടോ. അതിലൊന്നും ഇല്ല കാര്യമായിട്ട്. അതിന് പനിയും കാര്യങ്ങളെല്ലാം പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഒക്കെ ആ ഡോള് വേണം. അങ്ങനെ ക്ലീൻ ചെയ്ത് അവസാനം ഇതാ ലാസ്റ്റ് റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഞാനും ഉമ്മയും ഹംദയും കിടക്കാറ്. നമ്മൾ 3 പേരും ഒന്നിച്ചാണ് കേട്ടോ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ റൂമിലേക്ക് പോവും. അങ്ങനെ അതൊക്കെ കേട്ട് പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടില്ല. വൈകുന്നേരം ഹംദ സ്കൂൾ വിട്ട് വന്നിട്ട് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. ഇങ്ങനെ ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് നാളെ പോവാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഏതായാലും ഇറങ്ങാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വൈകുന്നേരം 5-5:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹംദ കുറച്ച് ദിവസമായി ഇങ്ങനെ പുറത്തൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട്
അങ്ങനെ ഓള് സ്കൂള് വിട്ട് വരാൻ വെയിറ്റ് ആക്കിയിട്ടാണ് നല്ല ലേറ്റായി പോയിട്ടുള്ളത്. പിന്നെ ഇപ്പം ആണെങ്കിൽ പണ്ടത്തെ പോലെയല്ല കേട്ടാ. ഓള് എല്ലാ സാധനവും വാരിയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓളതായ ഒരു ട്രോളി എടുത്തിട്ട് അതിൽ ഓൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തിടുന്നുണ്ട്. അങ്ങനെ കുറേ ചോക്ലേറ്റും എല്ലാം വാങ്ങി എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ടോയ്സ് എടുക്കാനെന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ സ്കൂള് വിട്ട് വന്നപാട് ആയതുകൊണ്ടല്ലേ ഒന്നും കഴിച്ചിട്ടോ കുടിച്ചിട്ടൊന്നുമില്ല. പിന്നെ പുറത്ത് പോകാനും കൂടി പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് റെഡിയായി അങ്ങനെ ഇറങ്ങിയതാ. ഇവിടെ വന്നിട്ട് വെള്ളം വേണമെന്നെല്ലാം പറയുമ്പോൾ ഞാൻ ജ്യൂസൊന്നും കുടിക്കരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ കൂടുതലായിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് വേണമെന്നും വേണ്ടാന്നും പറയാൻ പറ്റാത്തൊരിതില്ലേ, അങ്ങനെയായിരുന്നു കേട്ടോ. അവസാനം ലിച്ചി അങ്ങനെ എടുത്തോന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ടുണ്ടേനു. കുറച്ച് നാളായി നമ്മളിങ്ങനെ ഗ്രോസറി ഐറ്റംസ് എല്ലാം വന്നിട്ട് എടുത്തിട്ട് വാങ്ങാറുണ്ട്. പക്ഷെ കുറച്ച് കുറച്ചായിട്ട് വലിയ രീതിയിൽ ഷോപ്പിംഗ് ചെയ്തിട്ട് കുറച്ച് നാളായി. അങ്ങനെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് നിന്നിട്ട് ലേറ്റ് ആക്കിയിട്ടില്ല. ഇത് പിന്നെ ഞങ്ങളൊരു 3-4 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. കോഴിക്കോട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അന്ന് എടുത്തതാണ്. ഞങ്ങൾ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. തലശ്ശേരി വരെ കാറിൽ പോയിട്ട് അവിടുന്ന് ട്രെയിനിൽ പോകാന്നുള്ള രീതിയിൽ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലെല്ലാം കയറിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ശരിക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ 9:55 ട്രെയിന് തലേന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. 9 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാലും 1 മണിക്കൂർ കൊണ്ടൊന്നും നമുക്ക് ഓടിപ്പിടിച്ച് അവിടെ എത്താൻ കഴിയില്ല. 1-1.5 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്ക് ട്രെയിൻ മിസ്സായി. പിന്നെ ഉള്ളത് 12:30 ട്രെയിൻ. അങ്ങനെ അവിടെ വന്ന് ഞങ്ങൾ പിന്നെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലെല്ലാം കയറി രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ എത്തുമ്പോഴേക്ക് ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വന്ന് നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു. സീറ്റ് കിട്ടൂലെന്ന് വിചാരിച്ച്, പക്ഷെ സീറ്റെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടികളെല്ലാം നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ട്രെയിനിൽ പോകാൻ നല്ല ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രെയിനിൽ പോകാൻ. അങ്ങനെ ഞങ്ങൾ സൈഡ് സീറ്റിന് വേണ്ടിയിട്ട് കുറേ അടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് കുറച്ച് കുറച്ചായിട്ട് മാറി ഇരുന്നിട്ടുണ്ട്. പിന്നെ അമ്പക്ക് നേരം കൂടാൻ വേണ്ടിയിട്ട് ബുക്കും കളറെല്ലാം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് അതും ചെയ്യുന്നുണ്ടായിരുന്നു. അതാകുമ്പോൾ അവിടെ അടങ്ങിയിരുന്നിട്ട് ചെയ്തോളും. പിന്നെ സീറ്റെല്ലാം ഉണ്ടല്ലോ. 1.5 മണിക്കൂറോളം ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നല്ല വെയിലും ചൂടെല്ലാം ആയതുകൊണ്ട് കുറച്ച് അതിൻ്റെ ഇതുണ്ട്. പിന്നെ വലിയ ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒടുവിൽ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഞാനില്ലേ കോഴിക്കോട് എത്തിയെന്ന് പറഞ്ഞാൽ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങിയാലും എന്താ പറയുക, ഫുൾ റോഡും എല്ലാം റഷ് ആയിട്ടുള്ള ഭയങ്കര തിരക്കേനു കേട്ടോ. എന്താണെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടേനും വന്നത്. ആ ഒരു ആവശ്യത്തിനും വന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇത് പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഡിഷെല്ലായിട്ട് എനിക്കിങ്ങനെ ആ സദ്യ പോലെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അത്രക്കും സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കൊഞ്ചം ഫ്രൈ ഇല്ലേ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നൈറ്റ് വരെ റെസ്റ്റോറൻറ്റിൽ നിന്ന് അങ്ങനെ പായസം കുടിച്ചിട്ടില്ല. ചൂട് തണിഞ്ഞിട്ടുണ്ടാവുമല്ലോ,
അപ്പോൾ എനിക്ക് ചൂടോടെ കുടിക്കുന്നതാണ് ഇഷ്ടം. ഇവിടുന്ന് ഞാൻ കുടിച്ച് നോക്കിയപ്പം അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു 5 മണി 5:30ൻ്റെ ട്രെയിനിന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ വേറെ ഷോപ്പിങ്ങും പരിപാടികളൊന്നും നിന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഒരു 6 മണി 6:30ൻ്റെ ഉള്ളിലായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് കുട്ടികൾക്ക് മാളിൽ കയറണം കളിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ നേരം നിന്ന് പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇന്നത്തെ ഒരു വ്ളോഗ് പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു, ബൈ.